ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് കുഞ്ഞൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എപ്പോഴും വ്ളോഗല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഓർത്ത് കുഞ്ഞൊരു റെസിപ്പി ഇടാമെന്ന് വിചാരിച്ചേ. അപ്പോൾ എനിക്ക് ചക്കയൊക്കെ കട്ട് ചെയ്ത് തന്നത് എൻ്റെ അക്കുമോനാണ്. അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാനത് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞ ചക്ക എനിക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ എടുത്തിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഈ പാനിനകത്ത് വെച്ച് നമുക്ക് വേവിക്കാൻ വെക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ്സോ ഒരു 10 മിനിറ്റ്സോ കിടക്കുമ്പോൾ നന്നായിട്ട് വെന്ത് വരട്ടെ. ആ സമയത്ത് നമുക്ക് തേങ്ങ ഒക്കെ അരച്ചെടുക്കാം. ഞാൻ ഇതിൻ്റെ തേങ്ങ തിരുമ്മി, അതുപോലെ തന്നെ മഞ്ഞപ്പൊടി, പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയ ജീരകം, കുറച്ച് കറിവേപ്പിലയും കൂടെ എടുക്കുന്നുണ്ട്. ഇതിനകത്ത് കുറച്ച് 5-6 കുരുമുളക് കൂടി ഇട്ട് അരച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ലാസ്റ്റ് ഇടുന്നുണ്ട്, കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ അതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ 5-6 കുരുമുളക് ഇട്ട് കൊടുക്കുന്നത്. കണ്ടില്ലേ? ഇട്ടിട്ട് അതുകൂടെ ഒന്ന് ചതച്ചെടുത്തോണ്ട് നമുക്ക് വരാൻ കേട്ടോ. ഞാൻ ചതച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ചതച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചക്ക ഒരു പരുവം വെന്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ അരപ്പെല്ലാം കൂടെ നമുക്ക് അതിൻ്റെ മുകളിലോട്ടൊന്ന് വിതറി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഇളക്കാൻ പാടില്ല, വിതറി ഇട്ടിട്ട് കുറച്ച് ഉപ്പൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പൂടിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാമെങ്കിൽ നല്ലൊരു മണം. ഞാൻ കറിവേപ്പില അതുമായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. എന്നാലും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാമെങ്കിൽ നല്ലൊരു മണമായിരിക്കും. നല്ല സ്മെല്ലാണ്. ഇത് കിടന്ന് വേകുമ്പോഴും തുറക്കുമ്പോൾ ഒക്കെ പ്രത്യേക സ്മെല്ല് കിട്ടും കേട്ടോ. ആ കുരുമുളകോട് ഇട്ടുകൊണ്ട് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. കുരുമുളക് ഇടാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് നോക്കുവാണ്. ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ആയിരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഒരു വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്താൽ. അപ്പോൾ കുരുമുളക് ഇട്ട് ചക്ക ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അയക്കണേ. ഇതിൻ്റെ കൂടെ ഞാൻ സൈഡ് ഡിഷായിട്ട് എടുത്തിട്ടുള്ള നല്ല ചിക്കൻ്റെ എല്ല് പീസ് ഉണ്ടല്ലോ, എല്ല് പീസിൻ്റെ നല്ല ഒരു എന്താ പറയുന്നത്, തിക്ക് ഗ്രേവിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കഴിച്ചാലോ? വരുന്നു, ആരെങ്കിലും കഴിക്കാൻ കൂടെ കൂടുന്നുണ്ടോ? അങ്ങനെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകല്ലേ. ഇതുപോലുള്ള അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നവരെ ബൈ. താങ്ക് യു.